കർണാടകയിൽ കാത്തിരുന്ന മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെ ഭരണകക്ഷിയായ കോൺഗ്രസിൽ ആഭ്യന്തര കലഹവും വിമത നീക്കങ്ങളും രൂക്ഷമാകുന്നു. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എംഎൽഎമാർ രാജ്യഭീഷണി മുഴക്കുകയും പ്രതിഷേധത്തിനിറങ്ങുകയും ചെയ്തതോടെ കടുത്ത മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ രംഗത്തെത്തി. മോഹങ്ങളെക്കാൾ അധികാരം, വ്യക്തിപരമായ അധികാരമോഹങ്ങളെക്കാൾ പ്രധാനം പാർട്ടിയാണെന്നും രാജി നൽകാൻ താല്പര്യമുള്ളവർക്ക് അതാകാമെന്നും നൽകിയാൽ നിമിഷങ്ങൾക്കകം അത് സ്വീകരിക്കുമെന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കി. ഇതിപ്പോ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നടത്തിയ അടിയേക്കാൾ വലിയ അടി തൊട്ടപ്പുറത്ത് അയൽവക്കത്ത് നടക്കുന്നതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വാർത്തയിലേക്ക്. ആഴ്ചകൾ നീണ്ട ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മന്ത്രിസഭ വികസിപ്പിക്കുകയും 19 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. എന്നാൽ അന്തിമ പട്ടിക പുറത്തു വന്നതോടെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച മുതിർന്ന നേതാക്കളും അനുയായികളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. അസംതൃപ്തി പരസ്യമാക്കിയ ചില എംഎൽഎമാർ സ്പീക്കർക്ക് രാജി സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് മുഖ്യമന്ത്രി കർശന നിലപാടിലേക്ക് കടന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് തനിക്കും പരമേശ്വര അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും മന്ത്രിസ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സ്വന്തം രാഷ്ട്രീയ ജീവിതം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശിവകുമാർ വ്യക്തമാക്കി. ക്ഷമയോടെ കാത്തിരുന്നതുകൊണ്ടാണ് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിച്ചതെന്നും പാർട്ടിയുണ്ടെങ്കിലേ വ്യക്തിപരമായ സ്ഥാനങ്ങൾക്ക് അർത്ഥമുള്ളൂ എന്നും ശിവകുമാർ ഓർമ്മിപ്പിച്ചു. രാജ്യഭീഷണി ഉയർത്തി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കേണ്ടതില്ലെന്നും രാജ്യ താൽപര്യമുള്ളവരുടെ കത്തുകൾ നിമിഷങ്ങൾക്കകം അംഗീകരിക്കുമെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും പുനഃസംഘടന ഉടൻ നടപ്പിലാക്കുമെന്നും അതിലൂടെ മറ്റ് നേതാക്കൾക്ക് അവസരം നൽകുമെന്നും ഭരണ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഭരണത്തെ ബാധിക്കാതിരിക്കാൻ പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരോട് ഉടൻ തന്നെ തങ്ങളുടെ ജില്ലകളിൽ സന്ദർശനം നടത്തി വെള്ളപ്പൊക്ക, വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ജനം, ഡൽഹി.